നമസ്കാരം. വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ 2025 എന്ന പുതുവർഷത്തിൽ നിരവധിയാർന്ന ശുഭയോഗങ്ങളാണ് രൂപപ്പെടുക. രാശി പരിവർത്തനങ്ങളും നക്ഷത്ര മാറ്റങ്ങളും ഗ്രഹങ്ങൾക്ക് മുകളിൽ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുന്നതും അത്തരം യോഗങ്ങൾക്ക് കാരണമായി തീരും. നവഗ്രഹങ്ങളിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. കേവലം 2.5 ദിവസം മാത്രമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക. 2025 എന്ന പുതുവർഷത്തിലെ ആദ്യ ദിനം, അതായത് ജനുവരി 1 മുതൽ ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതാകുന്നു. അന്നേ ദിവസം മകരം രാശിയുടെ 7ാം ഭാവത്തിൽ ചൊവ്വയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹങ്ങളുടെ അഥവാ ഈ 2 ഗ്രഹങ്ങളുടെ സംയോജനത്തിലൂടെ വളരെ അനുകൂലമായ ഫലങ്ങൾ, രാജയോഗമായ ധനയോഗമാണ് രൂപാന്തരം കൊള്ളുക. അങ്ങനെ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അഥവാ ആദ്യ ദിനം തന്നെ ധനയോഗം അനുഭവിക്കുവാൻ ചില രാശിക്കാർക്ക് പ്രത്യേകമായ ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ യോഗം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ അഥവാ വർഷത്തിന്റെ തുടക്കത്തിൽ ജനുവരി മാസത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവർക്ക് ധനയോഗം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതായ സമയം. ധനയോഗത്തിന്റെ ഗുണഫലങ്ങൾ 2025 മുഴുവൻ നിലനിൽക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏറെ കാലമായി ജോലി ചെയ്യാൻ കാത്തിരുന്ന വ്യക്തികൾക്ക്, അതായത് ജോലി ലഭിക്കാൻ കാത്തിരുന്നതായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. വളരെ കാലമായി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ചതായ ജോലികളുണ്ട് എങ്കിൽ അത്തരം ജോലികൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങളും കടന്ന് വരാവുന്നതായ സമയമാകുന്നു. പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ കടന്നു വരും. ജോലിയിൽ ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ജോലിയിൽ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ തിരിച്ചടികളെയും തരണം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് വ്യത്യാസം. കൂടാതെ ജോലിയിൽ വളരെയധികം സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കണം, ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കടന്നു വരും. ആലോചിച്ചതായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. പരീക്ഷകളിൽ വിജയിക്കുവാൻ, വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം ജീവിത പങ്കാളിയുടെ സഹകരണം നിങ്ങൾക്ക് കൂടുതലായും ലഭിക്കുന്നതായ സാഹചര്യങ്ങളും കടന്നു വരും. കൂടാതെ ഈ സമയം ധനയോഗം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അലട്ടിയിരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. വിദേശത്താണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യവുമാണ്. വൃശ്ചികം. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് പുതുവർഷത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികമായ ആശങ്കകൾക്കൊന്നും വകയുണ്ടാകില്ല എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒന്നിനു പുറകെ ഒന്നായി ധനയോഗം ഇവർക്ക് രൂപാന്തരം കൊള്ളും. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ധനം
ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കൈകളിലേക്ക് ഇവർക്ക് വന്നു ചേരാം. സൗഭാഗ്യം ജീവിതത്തിലേക്ക് കൂടുതലായും വന്നെത്തുന്നതായ ഒരു സമയമാകുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ സജീവമാകുവാനുള്ള അവസരങ്ങൾ, കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ തരണം ചെയ്യുകയോ ലാഭം വർദ്ധിപ്പിക്കുകയോ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും ഉത്സാഹമില്ലാത്തതായ അവസ്ഥ, അത്തരം കാര്യങ്ങൾക്ക് മാറ്റം വന്നു ചേരും. ഉത്സാഹത്തോടെ ജോലി ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരിശ്രമിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. കൂടാതെ ഈ സമയം ജോലിയിൽ ഉയർച്ച നേടുന്നതിനുള്ള അവസരങ്ങൾ, നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. തൊഴിൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശമ്പള വർധനവും ഉദ്യോഗക്കയറ്റവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ബിസിനസ് ചെയ്യുന്നതായ വ്യക്തികൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരും. ബിസിനസ് പരമായ ഉയർച്ചയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കുടുംബത്തിൽ സമാധാനപൂർണമായ അന്തരീക്ഷം, കുടുംബജീവിതം അനുകൂലമാവുക, തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായി പണം കൈകളിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായി ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാവുക. ധനയോഗം ഇവർക്ക് ഏറ്റവും അനുകൂലമായി തീരും. സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച, സൗഭാഗ്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ധനു, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ധനു രാശിയിൽ വരുന്നത്. ധനു രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. കാരണം ധനയോഗം ഏറ്റവും അനുകൂലമായി തീരുന്ന സമയം. സൗഭാഗ്യദായകമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാകുന്നു. കർമ്മരംഗത്ത് ഉന്നത അധികാരികളുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ജോലിയിൽ മികവിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉന്നത അധികാരികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശമ്പള വർധനവിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉദ്യോഗത്തിൽ ഉന്നത പദവികളിൽ എത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യം, ഉന്നതമായ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യം. കൂടാതെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, ആഗ്രഹിച്ചതായ നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലായി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതലും അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. തർക്കങ്ങൾ അതിനാൽ പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പലവിധ ടെൻഷനുകളിൽ നിന്നും മോചനം, അല്ലെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യത്തിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതുമാണ്. രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ആരെയും കണ്ണടച്ച് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനയോഗ ഫലങ്ങളെ കുറിച്ചാണ് പ്രധാനമായും പരാമർശിക്കാനായി പോകുന്നത്. ഭൗതികവും ഭൗതികവുമായ സമ്പത്ത്, 2 ഗ്രഹങ്ങൾ